ഹൈ ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ നമ്മുടെ യമനി മന്തി. അപ്പം ഞാനും ട്രൈ ചെയ്ത് നോക്കി യമനി മന്തി. അപ്പം നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ചിക്കൻ ഒന്ന് മസാല ഒക്കെ പുരട്ടി വെക്കണം. അതിനായിട്ട് ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനോടെയുള്ള ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ. ഞാനിവിടെ 2 കിലോ ചിക്കനിലോട്ടുള്ള അളവാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് 4 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കനിലോട്ട് പുരട്ടി വെക്കുന്ന മസാല എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു പൗഡർ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു പൗഡർ നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ഒലീവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് തന്നെ യൂസ് ചെയ്യുക, എങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഒലീവ് ഓയിൽ ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. നമുക്ക് ചിക്കനിലോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു പരുവത്തിൽ കേട്ടോ. ആ ഒരു ലൂസ് മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചിക്കന് 4 പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഈ നമ്മൾ ഓരോ പീസും ഇതേപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയത് വെച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചിക്കനിൽ മൊത്തം മസാല പുരട്ടി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 4ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ മസാല പുരട്ടിയിട്ടുണ്ട്. ആ ഒരു പൗഡർ പേസ്റ്റ് ആക്കിയതില്ലേ, അത് മൊത്തം നമ്മൾ ഈ ഒരു ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കിലോൻ്റെ മുകളിൽ വരും കേട്ടോ നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓവർനൈറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 8 കപ്പ് അളവിൽ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിന് ഏകദേശം 2 കിലോൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ റൈസ് ഉണ്ട്. അപ്പോൾ ഈ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് കുതിർത്താനായിട്ട് വെക്കാം. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വാർത്തെടുക്കാം. അതിനുശേഷം ആ മന്തി റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അളവിലാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു കപ്പ് അളവാണ് ഈ 2 കിലോക്ക് മതി നമുക്ക്. ഇതിലോട്ട് ഇനി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസസ് എടുക്കുമ്പോൾ ഇതേപോലെ എല്ലാതും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ചെറിയ ജീരകം, പട്ട ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട്, മല്ലി, അതുപോലെ തന്നെ കറുകപ്പൂവ്, പിന്നെ നമ്മുടെ ഡ്രൈ ലെമൺ ഇല്ലേ, അത് ചെറുതായതുകൊണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കൂടിയും ചേർക്കണം. ഞാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 വലിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവാണ് കേട്ടോ. 2 കിലോ മന്തി റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ റൈസ് ഇല്ലേ, ആ റൈസ് മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, ഈ ഒരു ഓയിലിലോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൈയെടുക്കാതെ അതേപോലെ വറുത്തെടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 10 മിനിറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മന്തി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, എന്നാൽ പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുള്ള കുരുമുളകില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ അത് ഓയിലിലോട്ട് ചേർക്കുക കേട്ടോ. ഇനി നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 8 കപ്പിന് ഞാൻ 12 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ. ആ രീതിയിൽ കണക്കാക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് കൂടുകയും ചെയ്യരുത്, കുറയും ചെയ്യരുത്. അപ്പോൾ ഈ രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് മുമ്പിൽ നിൽക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ റൈസ് കുക്കായിട്ട് വരുമ്പോൾ റൈസിലോട്ട് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോയിൽ പേപ്പർ എടുക്കുകയാണ് വേണ്ടത്.
അപ്പൊ ഇതേപോലെ വലിയൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ടൈറ്റിൽ കവർ ചെയ്യാതെ കുറച്ചൊരു ലൂസ് ഇട്ടിട്ട് കവർ ചെയ്യട്ടോ. കാരണം നമ്മൾ ഇതിന്റെ മുകളിലോട്ടാണ് ചിക്കൻ വെക്കാനുള്ളത്. അപ്പൊ അത് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതാ ഞാൻ 2 ലെയറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ എന്താ പറയാ സ്ട്രെയിൻ ചെയ്യുന്ന പാത്രമല്ലേ, അതേപോലെ ഇത് ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിലോട്ട് നമ്മൾ രാത്രി തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെ മസാല ഒക്കെ പുരട്ടി വെച്ചോണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം പോലെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കന്റെ മുകളിലോട്ട് തന്നെ ആ ഒരു ഓയിലൊക്കെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഞാൻ വീണ്ടും 2 ലെയർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എത്രത്തോളം പെർഫെക്റ്റ് ആവും അറിയൂലല്ലോ, അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഇതേപോലെ ഒരു എന്താ പറയാ നമ്മുടെ ഉരലില്ല ചെറിയ, അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വീണ്ടും ഞാൻ ഇതിന്റെ മുകളിൽ ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ, നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതാ ഇനി നമ്മൾ 45 മിനിറ്റ് ആണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിൽ കൂടി പോകരുത് കേട്ടോ. 45 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. കറക്റ്റ് ആയിട്ട് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തതൊന്നും ഞാൻ പറയൂല കേട്ടോ. ഒരു 50% നമ്മുടെ ചിക്കന് കുക്കായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ടൊന്നും വെന്തിട്ടില്ല, ഇങ്ങനെ ഒരു 50% കുക്കായിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഇതിന്റെ മുകളിൽ എടുത്തു മാറ്റാം. നമ്മൾ റൈസ് എന്തായി എന്ന് നോക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മൊത്തം എടുത്തു മാറ്റുന്നുണ്ട്. ഇതിൽ വരുന്ന ഈ ഒരു ഓയിലൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ റൈസിലോട്ട് നാക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിലോട്ട് നന്നായിട്ട് തന്നെ ഇതിന് ഓയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ നടുക്ക് ഭാഗത്ത് കാണുന്നത് ആ ഒരു ഓയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത്. ഇപ്പൊ ആ റൈസിലെ വെള്ളം ഒരു 3/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒരു 50% കുക്കായിട്ടുണ്ട്, ഒരു 50% കുക്ക് ആവാനുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നമ്മുടെ ഈ ഒരു ചിക്കൻ ഇല്ലേ നമ്മൾ എടുത്തു മാറ്റിയിട്ടില്ലേ, അത് ഈ റൈസിലോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പൊ റൈസും അതുപോലെ തന്നെ ചിക്കനൊക്കെ പകുതി വേവ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സാഫ്രോൺ ഇല്ലേ നമ്മളെ കുങ്കുമപ്പൂവ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് റൈസിന്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കണേ, ഞാൻ മറന്നു പോയതാണ്. കുറച്ച് പച്ചമുളക് നെറ്റിയോട് കൂടിയിട്ടൊന്ന് റൈസിലോട്ട് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കണൽ കത്തിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഒരു കല്ല് എന്തെങ്കിലും മുകളിൽ എടുത്ത് വെക്കുക. ഇതിനു ശേഷം വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ആണ് വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ആദ്യത്തെ 45 മിനിറ്റ് വെക്കാനായിട്ട്. അപ്പൊ വീണ്ടും 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിക്കനും റൈസും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പച്ചമുളക് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അതായത് നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞത് കുറച്ച് കുത്തി കൊടുക്കണം, ആ ഒരു മുളകിന്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കണ്ട ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ഞാൻ എന്നെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്, അടിപൊളി വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു കളർ കാണുന്നത് നമ്മൾ സാഫ്രോൺ ചേർത്തിട്ടില്ലായിരുന്നോ, അതിന്റെ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ചിക്കനൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്, ഒരു പ്രശ്നവുമില്ല. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന മന്തിയില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ചിക്കന് ഒന്നും കൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ ഗസ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചക്ക് നിൽക്കുന്ന പോലെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് എങ്കിലും ആ ഒരു പുറത്ത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ ഈ ഒരു ചിക്കനൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചിക്കന് വീണ്ടും റൈസിന്റെ മുകളിലോട്ട് തന്നെ വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സമയമാകുമ്പോൾ ഇത് സെർവ് ചെയ്താൽ മതി.
അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന യമനി മന്തിയാണ് കേട്ടോ. കാരണം നമുക്ക് സമയം കുറച്ച് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പണികളൊന്നുമില്ല കേട്ടോ, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ ചട്നിയും അതുപോലെ മയോണൈസൊക്കെ കൂട്ടിയിട്ട് സെർവ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് അളവിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി ചെമ്പിലും റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പൊ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവും സമയവും ഒക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണേ. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.